ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു മത്തിക്കറിയാണ് കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ ഞാൻ കുറച്ച് പുളിയാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നത്. ഈ പുളിയിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ് അരിഞ്ഞിടാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയിടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോസ്റ്റലുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ ജെൻസിനൊക്കെ കറിയൊക്കെ വെക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ്. ഇങ്ങനത്തെ 2 തക്കാളി ഞാനും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും പുളിയും പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് 1 സ്പൂൺ ചെറിയ സ്പൂണാണ് ഇട്ട് എടുത്തത്. അതിലേക്ക് 3 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആക്കിയത്. പേസ്റ്റിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചിയും വെള്ളുള്ളിയും കുത്തിയെടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് നമ്മുടെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ, പുളിയിൽ ഒഴിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞ വെള്ളമല്ല, കുറച്ചൊരു വെള്ളം ഇതിൻ്റെ ആ ഒരു തിക്നെസ്സിന് വേണ്ടി മാത്രം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ചാളയും വൃത്തിയാക്കി വെച്ച് കൊടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നാടൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെ ടേസ്റ്റും മല്ലിയിലയുടെ ടേസ്റ്റും ഒക്കെ നമുക്ക് അതായിരിക്കും. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇത് തൂമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു ചൊയ ഉണ്ടാകും. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായി ഒന്ന് പതുക്കി തിളച്ച് വരുന്നുണ്ട്. ഇത് ഏകദേശം ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിരിക്കും. എന്നാൽ തിളച്ച് വരുമ്പോൾ നന്നായി ആ ഒരു വേവും കിട്ടും. അപ്പോൾ അതാ അത്യാവശ്യം നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്ന് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആ നാടൻ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കുറുക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കറി കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം പാകമാണ് കേട്ടോ ഉപ്പും പുളിയൊക്കെ. അപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞാലും ആ ഒരു തിള നന്നായി വരും കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് തന്നെ, ചട്ടിയിൽ ഉള്ളതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമ്മളെ നാടൻ രീതിയിലുള്ള മത്തിക്കറി റെഡി ആയി കഴിഞ്ഞു. ഇത് ഇതിലേക്ക് തൂമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ വിളമ്പി ചോറിനോ പത്തിരിക്കോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.